السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل وسلم على رسولك ونبيك محمد الذي أدى الأمانة وبلغ الرسالة ونصح الأمة وكشف الأمة وجاهد في سبيل ربه حق جهاده وعبد ربه حتى أتاه اليقين. وعلى آله وأصحابه وأتباعه وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. صدق الله العظيم. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا. لا إله إلا الله وحده لا شريك له نصر عبده وصدق وعده وجزم جنده وهزم الأحزاب وحده. الله أكبر ولله الحمد. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തേജോജ്വലമായ ജീവിതത്തെ അനുസ്മരിക്കുന്ന ബലിപെരുന്നാളിന്റെ ഈ സുന്ദര ദിവസത്തിൽ എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ ബലിദിന ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ. പ്രിയമുള്ളവരെ, 4000 വർഷങ്ങൾക്കപ്പുറം
ബഹുദൈവ വിശ്വാസം കൊടികുത്തി വാണിരുന്ന ഒരു കാലത്ത് വിഗ്രഹങ്ങളുടെ ഇടയിൽ ജനിച്ച് വിഗ്രഹാരാധന കണ്ടു വളർന്ന, എന്നാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ തിരിയെന്നും പ്രകാശിച്ചിരുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ അനുസ്മരിക്കുന്ന സുദിനമാണ് ബലിപെരുന്നാൾ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുസ്മരിക്കുന്ന കർമ്മങ്ങളാണ് പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങൾ. തന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഏകനായ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് അള്ളാഹുവിന്റെ ഖലീലായി മാറിയ, അള്ളാഹുവിന്റെ ഉറ്റ സുഹൃത്തായി മാറിയ ഒരു മഹാമനുഷ്യയുടെ കഥ പറയുന്ന ദിവസമാണ് ഈ ബലിപെരുന്നാൾ ദിവസം. ഓരോ സത്യവിശ്വാസികൾക്കും അവരുടെ ഈമാനികമായ ആവേശം ഉൾക്കൊള്ളാൻ, അവരുടെ ജീവിതത്തെ ഒരു മുസ്ലിമിന്റെ ജീവിതമായി ചിട്ടപ്പെടുത്തുവാൻ എന്നും ഓർമ്മിക്കപ്പെടേണ്ട ഒരു മഹാവ്യക്തിത്വമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നൊന്നായി പരീക്ഷണങ്ങൾ പെയ്തിറങ്ങുമ്പോഴും അള്ളാഹുവിനെ കൈവിടാതെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നുള്ള അല്പം പോലും വ്യതിചലിക്കാതെ പരീക്ഷണങ്ങളുടെ തീജോലയിലൂടെ അള്ളാഹുവിലേക്ക് ഓടി അടുത്ത ഒരു മഹാമനുഷ്യയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആൻ നമ്മളൊന്ന് പരിശോധിച്ചാൽ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പ്രശംസിക്കുന്നത്, ഏറ്റവും കൂടുതൽ ചരിത്രം പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ്. ഖുർആനിലെ 25 സൂറത്തുകളിൽ ഇബ്രാഹിം നബിയുടെ കഥ പറയുന്നുണ്ട്. 69 ഇടങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേര് പറയുന്നുണ്ട്. എന്തിനപ്പുറം പറയണം? പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിന്റെ പേര് സൂറത്ത് ഇബ്രാഹിം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്ന അവിടുത്തെ പേരിലുള്ള ഒരു സൂറത്താണ്. ഈ ഉമ്മത്തിനോട്, അഥവാ ഞാനും നിങ്ങളും അടങ്ങുന്ന പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ഉമ്മത്തുകളുടെ അംഗസംഖ്യയുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനോട് അല്ലാഹ് പറഞ്ഞത് വത്തബിഉ മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ ആത്മീയ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗത്തെ നിങ്ങൾ പിന്തുടരണമെന്നാണ്. 4000 വർഷങ്ങൾക്കപ്പുറം ജീവിതത്തിൽ കടന്നുപോയ ഒരു പ്രവാചകനെ നിങ്ങൾ പിൻപറ്റണം, അനുധാവനം ചെയ്യണമെന്ന് പറയുമ്പോൾ ആ പ്രവാചകനിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ആ പ്രവാചകനെ പ്രശംസിച്ച് പറഞ്ഞ എത്ര വാക്കുകളാ! വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, അല്ലാഹു തആല ഇബ്രാഹിം നബിയെ ഖലീലാക്കി. ആരുടെ ഖലീലാണ്? ശ്രദ്ധാവായ തമ്പുരാന്റെ ഖലീൽ, അഥവാ ഉറ്റ സുഹൃത്താണ്. നമ്മളുടെ ഉറ്റ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സാക്കി സൂക്ഷിപ്പുകാരനായിരിക്കാം. ജീവിതത്തിന്റെ സന്തോഷത്തിലും സന്താപങ്ങളിലൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കും നമ്മളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ആയിരിക്കും, ഉറ്റ സുഹൃത്തിനെ ആയിരിക്കും. അള്ളാഹുവിന് 1,24,000 പല പ്രവാചകന്മാരുണ്ട്. പക്ഷെ ആ പ്രവാചകന്മാരിൽ നിന്ന് ഖലീൽ, വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഉറ്റ സുഹൃത്തായി അള്ളാഹു തെരഞ്ഞെടുത്തത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ. ഖുർആനിന്റെ അങ്ങോളം ഇങ്ങോളം ഇബ്രാഹിം നബി അല്ലാഹു തആല എത്ര മനോഹരമായ വാക്കുകൾ കൊണ്ടാണ് പ്രശംസിച്ചിട്ടുള്ളത്, പുകഴ്ത്തിയിട്ടുള്ളത്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു വ്യക്തിയായിരുന്നില്ല, അദ്ദേഹം ഒരു പ്രസ്ഥാനമായിരുന്നു, അദ്ദേഹം ഒരു സമുദായമായിരുന്നു. ഒറ്റയ്ക്ക്, അഥവാ ലോകത്ത് ഒരു സമുദായത്തിന് ലോകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന പരിവർത്തനത്തിന്റെ പടഹത്തിന് മുഴക്കിയ മഹാമനുഷ്യനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹു തആല കൊടുത്ത മുഴുവൻ കരാറുകളും അല്ലാഹുവിനോടുള്ള മുഴുവൻ വാഗ്ദാനങ്ങളും പരിപൂർണമായി പാലിച്ച മനുഷ്യൻ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെയുള്ള പ്രശംസകളൊക്കെ അല്ലാഹു തആല ഇബ്രാഹിം നബിക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ 4000 വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന മനുഷ്യനെ ഓർത്തുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ വരുന്ന ഉമ്മത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ ഉമ്മത്ത് ഓരോ വർഷവും ബലിപെരുന്നാൾ ദിവസങ്ങളിൽ ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ ത്യാഗോജ്ജലമായ ആ സ്മരണകൾ വീണ്ടും വീണ്ടും നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പ്രശംസത്തിന് അർഹനായത്?
ലോകത്ത് നമ്മളും ഒരു മനുഷ്യനായി ജീവിക്കുന്നു. നമുക്കും കുടുംബമുണ്ട്, നമുക്കും മക്കളുണ്ട്, നമ്മളും സമൂഹത്തിൽ ജീവിക്കുന്നു, നമ്മളും തൊഴിലെടുക്കുന്നു, നമ്മളും ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ നമ്മളൊക്കെ മരിച്ചു മണ്ണടിഞ്ഞു പോയാൽ പിന്നെ നമ്മളെ ഓർമ്മിക്കുവാനോ നമ്മളെ സ്മരിക്കുവാനോ നമ്മളുടെ നല്ല കഥകൾ പറയുവാനോ ലോകത്ത് ആരുണ്ടാകും? എന്നാലും ആലോചിച്ച് നോക്കിയും പ്രിയമുള്ളവരെ, 1, 2, 10 വർഷങ്ങളല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ ലോകത്ത് നിന്ന് ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞിട്ട് ഇന്നേക്ക് 4000 വർഷങ്ങളായെങ്കിലും ഇന്നലത്തെ പോലെ എന്നല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇബ്രാഹിമിനെ പോലെ അലൈഹിസ്സലാം നമ്മൾ അവിടുത്തെ കഥകൾ പറയുകയാണ്. എന്തുകൊണ്ട്? ആ മഹാമനുഷ്യ അള്ളാഹുവിന് വേണ്ടി കൊടുത്ത ജീവിതത്തിന്റെ സമർപ്പണമാണ്. അള്ളാഹുവിന് വേണ്ടിയുള്ള സമ്പൂർണമായ സമർപ്പണം അവിടെയാണ് ആവശ്യം. إذ قال له ربه أسلم قال أسلمت لرب العالمين. വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സ്മരിക്കുന്ന എങ്ങനെയാ? അല്ലാഹു തആല പറഞ്ഞു, ഇബ്രാഹിമേ നിങ്ങൾ എന്നെ അനുസരിക്കണം. അസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? പരിപൂർണമായി അനുസരിക്കുക. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹുവേ ഞാൻ ഇതാ നിന്നെ അനുസരിച്ചിരിക്കുന്നു. വാക്കുകളിലൂടെ അല്ല, ജീവിതത്തിലൂടെ അല്ലാഹുവിനെ അനുസരിച്ചു. ഏത് പരീക്ഷണത്തിന്റെ തീജോലയിലും ഏത് ഘട്ടത്തിലും അല്ലാഹുവിനെ കൈവിടാത്ത മനുഷ്യനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. തന്റെ പ്രിയപ്പെട്ട മകനെ സ്വന്തം കൈകൊണ്ട് അറുക്കാൻ പറഞ്ഞപ്പോഴും അള്ളാഹുവിനെ അനുസരിച്ച് പിന്മാറിയിട്ടില്ല. തന്റെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞപ്പോഴും അള്ളാഹുവിനെ അനുസരിച്ച് പിന്മാറിയിട്ടില്ല. സ്വന്തം ജനിച്ചന്റെ മണ്ണിന്റെ മണം വിട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യാനുള്ള പറഞ്ഞപ്പോഴും അവിടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിപൂർണമായി അനുസരിച്ച് പിന്മാറിയിട്ടില്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾ ഏതുമാകട്ടെ, അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെയൊന്നും എന്റെ ആഗ്രഹങ്ങൾക്കോ എന്റെ താല്പര്യങ്ങൾക്കോ മുൻഗണന കൊടുക്കാതെ അള്ളാഹുവിന്റെ താല്പര്യം എന്താണോ അതിന് ഇബ്രാഹിം പരിപൂർണമായി അജ്ഞാനുവർത്തിയായിരിക്കുന്നു, പരിപൂർണമായി വഴിപ്പെട്ടിരിക്കുന്നു. അതിന് എനിക്ക് സ്വന്തമായിട്ടൊരു താല്പര്യമില്ല. പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ, ആ ജീവിതത്തിന്റെ അനുസ്മരണത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ പുളങ്കിതമാകുമ്പോൾ, നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് ഇബ്രാഹിം നബിയെ ചേർത്ത് വെച്ച് നോക്കി നമ്മളുടെ ജീവിതത്തിൽ പരിപൂർണമായ സമർപ്പണം എവിടെയാണ്? നമ്മളെ ഒറിജിനൽ മുസ്ലിം ആകുന്നുണ്ടോ? ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ മുസ്ലിം ആകുന്നുണ്ടോ? നമ്മളും അല്ലാഹുവിനോട് പറയുന്ന ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇതാദ്യമായി ലോകത്ത് പ്രഖ്യാപിച്ചത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. വിശുദ്ധ ഖുർആനിലെ വചനമാണിത്. ഇത് നമ്മൾ ഓരോ നിസ്കാരത്തിലും കൈകെട്ടിയിട്ട് നമ്മളും അല്ലാഹുവിനോട് പറയുന്നു, ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ സർവ്വതും സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല. ഞാൻ ഒരു മതത്തിലേക്കും താണ്ടിട്ടില്ല. ഞാൻ എന്റെ താല്പര്യങ്ങൾക്ക് കീഴ്പ്പെട്ടവനല്ല. ഞാൻ എല്ലാം എന്റെ റബ്ബിന് വേണ്ടി സമർപ്പിച്ചവനാ. പക്ഷേ ഇത് നമ്മളുടെ ജീവിതവും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ നമ്മളുടെ വാക്കുകളിൽ ഇത് ഒതുക്കുന്നു, നമ്മളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറഞ്ഞത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നായിരുന്നു. അത് വെറും വാക്കുകളല്ല, ജീവിതത്തിൽ അങ്ങനെ തന്നെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് കാണിച്ചു. നമുക്കും ഇബ്രാഹിം ആകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു പെരുന്നാളിൽ സന്തോഷത്തോടെ ബലിയർപ്പണങ്ങൾ നടത്തി മാംസം കഴിച്ച് ആഘോഷിച്ച് മതിമറന്ന് പോകേണ്ടതല്ല ഒരു മുസ്ലിമിന്റെ പെരുന്നാൾ. ഇബ്രാഹിം നബിയെ ഓർക്കണം, ജീവിതത്തിൽ ഇബ്രാഹിം ആകാൻ ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ജീവിതത്തെ മുഴുവനും അള്ളാഹുവിന് സമർപ്പിക്കുന്നു. മാത്രമല്ല, ആ സമർപ്പണം എന്നിൽ ഒതുങ്ങി നിന്നാൽ പോരാ,
അഥവാ ഞാൻ മാത്രം അള്ളാഹുവിന്റെ നല്ലൊരു അടിമയായാൽ പോരാ, എന്റെ പരമ്പരകളെല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവരാകണം. ദുനിയാവിൽ എനിക്ക് ശേഷം വരുന്ന എല്ലാവരും അള്ളാഹുവിന്റെ നല്ല അടിമകളാകണം. ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എന്റെ സന്താന പരമ്പരകൾ മുഴുവനും അള്ളാഹുവിനെ അനുസരിച്ചവരാകണം. പ്രിയമുള്ളവരെ, നമുക്കും ആ ഒരു ചിന്തയുണ്ടാകണം, നമുക്കും ആ ഒരു ബോധമുണ്ടാകണം. ഞാൻ ഒരു മുസ്ലിമായി ജീവിക്കുന്നിടത്തോളം, ഞാൻ ഒരു മുസ്ലിമായി ജീവിക്കുന്നതിനോടൊപ്പം എന്റെ പിൻതലമുറക്കാർ, എനിക്ക് ശേഷം വരുന്നവർ, എന്റെ സന്താന പരമ്പര, അവരും അള്ളാഹുവിനെ അനുസരിച്ചവരായിരിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഈ വലിയൊരു ചിന്തയാണ് പ്രിയമുള്ളവരെ ലോകത്ത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വരവിന് പോലും കാരണമായെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. എങ്ങനെ? നമ്മൾ നമ്മളുടെ ദീനും നമ്മളുടെ ഈമാനും നമ്മളുടെ ജീവിതത്തിന്റെ ചിട്ടകളും നമ്മളിൽ ഒതുങ്ങി നിന്നാൽ പോരാ, മറിച്ച് നമ്മൾ ആ പ്രകാശം, ആ വെളിച്ചം നമ്മളുടെ അടുത്ത തലമുറയിലേക്ക് മനോഹരമായി നമ്മൾ കൈമാറണം. ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് എങ്ങനെയാണ്? വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ പരിപൂർണമായി സമർപ്പിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറയുന്ന ഒരു വസിയത്താണ്, യാ ബനിയ, എന്റെ പൊന്നുമക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ഈ ദീനിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾക്കൊരു മുസ്ലിമായി ജീവിക്കുവാൻ, അല്ലാഹുവിന്റെ നല്ലൊരു അടിമയായി ഭൂമിയിൽ ജീവിച്ചു മരിക്കാം അല്ലാഹ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പരിശുദ്ധമായ മതം. ഇത് നിങ്ങൾ കളിക്കാനുള്ളതല്ല, നിങ്ങൾ കളയാനുള്ളതല്ല, നിങ്ങളുടെ ജീവിതത്തിനോട് ചേർത്ത് വെക്കേണ്ടതാണ് ഈ മതം. അതുകൊണ്ട് മക്കളെ, ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വസിയത്താണ് തന്റെ പ്രിയപ്പെട്ട മക്കളോട്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടുമുള്ള ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനമാണ്, നിങ്ങൾ മുസ്ലിം അല്ലാതെ മരിക്കരുത്. കാരണം എന്റെ രക്ഷിതാവിനോട് മുസ്ലിമാകാൻ പറഞ്ഞു, അള്ളാഹുവിനെ അനുസരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പരിപൂർണമായി അനുസരിച്ചവനാ. നാളെ ആഖിറത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ മാത്രം സ്വർഗത്തിലേക്ക് പോയാൽ പോരാ, എന്റെ സന്താന പരമ്പരകൾ മുഴുവനും എന്നോടൊപ്പം സ്വർഗത്തിലെത്തണം. അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം സ്വർഗത്തിൽ വരാൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ എന്ന് ലോകത്തുനിന്ന് വിട പറഞ്ഞാലോ നിങ്ങൾ മുസ്ലിമായിട്ട് തന്നെ വിട പറയണേ. എന്നിട്ട് തന്റെ മക്കളോട് വസിയത്ത് ചെയ്തിട്ട് ഏകനായ റബ്ബിനോട് ദുആ ചെയ്യുന്ന രംഗമുണ്ട്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിതത്തിൽ അള്ളാഹുവിനോട് ചെയ്താൽ ദുആ സ്വീകരിക്കുന്നവരല്ലേ പ്രവാചകന്മാർ. ആ പ്രവാചകരിൽ ഏറ്റവും ഉന്നതനായ പ്രവാചകരിൽപ്പെട്ട മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളെ മുഴുവനും മുസ്ലിമാകണം, തന്റെ സന്താന പരമ്പരകൾ മുഴുവനും ഒരാൾ പോലും നരകത്തിന്റെ അവകാശികളാകരുത്, ഈ വലിയ ആഗ്രഹത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. അത് നമ്മളെയും അള്ളാഹു പഠിപ്പിക്കുകയാണ് ഖുർആനിൽ. അഥവാ പരിശുദ്ധമായ കഅബ ശരീഫിന്റെ നിർമ്മാണം പൂർത്തിയായി അള്ളാഹുവിനോട് സ്വീകരിക്കുവാൻ ദുആ ഇരുന്നിട്ട് ഇബ്രാഹിം നബിയുടെ അടുത്ത ദുആ എന്താണ്? റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സൂറത്തുൽ ബഖറയുടെ മനോഹരമായ വശ്യമായ വചസ്സുകളാണ് റബ്ബനാ വജ്അൽനാ മുസ്ലിമീന ലക, അല്ലാഹുവേ എന്നെയും എന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിലിനെയും നീ മുസ്ലിമാക്കണേ. ഞങ്ങളെ മാത്രമല്ല, വജഅൽനാ മുസ്ലിമൈന ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ, എന്റെ സന്താന പരമ്പരകളിൽ നിന്ന് നിന്നെ പരിപൂർണമായി അനുസരിക്കുന്ന ഒരു മുസ്ലിം സമുദായത്തെ നീ സൃഷ്ടിക്കണേ അല്ലാഹ്. ഒരു മുസ്ലിം സമുദായത്തെ നീ വാർത്തെടുക്കണേ അല്ലാഹ്. 4000 വർഷങ്ങൾക്കപ്പുറം വിശുദ്ധ കഅബയുടെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ഇബ്രാഹിം നബി നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു എന്നല്ല, ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യരാശിക്ക് വേണ്ടിയും മാനവർക്ക് വേണ്ടിയും ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ഇബ്രാഹിം നബിയെ അനുസ്മരിക്കാൻ കാരണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു പ്രവാചകൻ, ആ പ്രവാചകൻ നമ്മൾ അനുസരിക്കണ്ടേ. അനുസരണം മാത്രമല്ല, അവിടത്തോടുള്ള അനുധാവനമാണ്, അനുസ്മരണം മാത്രമല്ല, ആ പ്രവാചകനോടുള്ള അനുധാവനവും ആവശ്യമാണ്. അപ്പോഴാണ് ഈ ബലിപെരുന്നാൾ ദിവസത്തിൽ നമ്മുടെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമിനോടുള്ള സ്മരണ നമുക്ക്
യാഥാർത്ഥ്യമാവുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അവിടെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത, ഓർമ്മിക്കാതിരിക്കാൻ കഴിയാത്ത ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പരീക്ഷണങ്ങളുടെ ക്ഷമ. ഏത് പരീക്ഷണത്തിലും പതറാതെ അടിയുറച്ച ഈമാനുള്ള ഒരു മഹാമനുഷ്യയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ജീവിതത്തിൽ പരീക്ഷണം എല്ലാവർക്കും സ്വാഭാവികമാണ്. ഏറ്റവും കൂടുതൽ ലോകത്ത് പരീക്ഷിക്കപ്പെട്ടത് പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം ഏറ്റുവാങ്ങിയത് അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ പോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരീക്ഷിക്കപ്പെട്ട ഒരു പ്രവാചകനും വന്നിട്ടില്ല. കാരണം എന്തുകൊണ്ട്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത പ്രവാചകൻ. അത് കഴിഞ്ഞാൽ പ്രവാചകന്മാരിൽ ഏറ്റവും അടുത്തയാള് ഇബ്രാഹിം നബിയാണ്. ആ പ്രവാചകനാണ് ലോകത്ത് അടുത്ത ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയത്. സ്വന്തം പിതാവ് പറയാണ്, നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങടാ എന്ന്. അവിടെ നിന്ന് പതറിയില്ല. വാപ്പയോട് സലാം പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അക്രമം കാണിച്ചത് കൊണ്ടല്ല, നാട്ടിൽ എന്തിലെങ്കിലും സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനം ചെയ്തുകൊണ്ടല്ല, തന്റെ പിതാവിനെ അനുസരിക്കാത്തത് കൊണ്ടല്ല, മറിച്ചെന്താ, തന്റെ പിതാവ് വിഗ്രഹങ്ങളെ നിർമ്മിച്ച് വിഗ്രഹങ്ങളെ വിറ്റ് ബഹുദൈവ വിശ്വാസത്തിന്റെ കേന്ദ്രമായി വീടിനെ മാറ്റുമ്പോൾ ഏകനായ അള്ളാഹുവിനെ അല്ലാതെ ഞാൻ ഒന്നിനെയും ആരാധിക്കില്ല. വാപ്പ, നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ, നിങ്ങൾ ഈ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ 8 കാശിന്റെ ഗുണമോ 8 കാശിന്റെ ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്. ഏകനായ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം വാപ്പ എന്ന് പറഞ്ഞപ്പോൾ പിതാവിന്റെ മറുപടി, നിനക്ക് എന്റെ മകനായി വീട്ടിൽ ജീവിക്കാൻ കഴിയില്ല, ഇറങ്ങടാ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന്. അവിടെ നിന്ന് പുറത്തിറങ്ങി നാട്ടിൽ നിന്ന് നാട്ടുകാരെ മുഴുവനും പുറത്താക്കി. അവസാനം അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന രംഗമുണ്ടല്ലോ, നമുക്കറിയാം. ചരിത്രങ്ങൾ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. നമ്രൂദ് എന്തുകൊണ്ട് നമ്രൂദിന്റെ ബഹുദൈവ വിശ്വാസത്തെ അംഗീകരിക്കാതെ വന്നപ്പോൾ, നമ്രൂദിന്റെ ആരാധനാലയങ്ങളിലെ വിഗ്രഹങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോൾ, ആ വിഗ്രഹങ്ങളൊന്നും ദൈവങ്ങളല്ല, ഇതൊന്നും യഥാർത്ഥ അള്ളാഹുവല്ല, ഇതൊക്കെ മനുഷ്യ നിർമ്മിതമായ ബിംബങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഏകനായ അള്ളാഹുവിനെ അനുസരിക്കണേ, ഏകനായ റബ്ബിനെ വിശ്വസിക്കണേ എന്ന് പറഞ്ഞപ്പോൾ നമ്രൂദിനും സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അക്രമിയായ ക്രൂരനായ ഭരണാധികാരി ഇബ്രാഹിം നബിക്ക് വിധിച്ചത് എന്താണ്? വലിയ അഗ്നികുണ്ഡമാണ്. ആ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുന്ന നേരത്ത് അള്ളാഹുവിന്റെ തീരുമാനമാണിത്, ഇത് അള്ളാഹുവിന്റെ നിശ്ചയമാണ്. ഇബ്രാഹിം നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിൽ കിടന്നുകൊണ്ട് വെന്തിരുകാനാണ് അള്ളാഹുവിന്റെ ആഗ്രഹമെങ്കിൽ, അള്ളാഹുവിന്റെ താല്പര്യമെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. കടന്നു വരുന്നുണ്ട്. ആ അപാരമായ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുന്ന അതേ നിമിഷത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 600 ചിറകുകളുമായി പറന്നടിച്ചു വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഞാൻ എന്റെ ഇഷ്ടത്തിൽ വന്നതല്ല, നിങ്ങളുടെ സൃഷ്ടാവായ റബ്ബ് നിങ്ങളിലേക്ക് എന്നെ അയച്ചതാണ്. എന്തിനു വേണ്ടി? ഈ അഗ്നികുണ്ഡത്തിൽ കിടന്നത് വെന്തുരുകാതെ അങ്ങയുടെ താല്പര്യം അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാൻ. എന്റെ ഒരു ചിറകങ്ങോട്ട് വിരിച്ചു കഴിഞ്ഞാൽ ചക്രവാളം മുഴുവനും മറയുന്ന ചിറകാണ്. അതുകൊണ്ട് നമ്രൂദിന്റെ തീ അണയ്ക്കാൻ എനിക്ക് വലിയ പരിശ്രമമൊന്നും വേണ്ട, എന്റെ ചിറകൊന്ന് വിടർത്തിയാൽ മതി. അങ്ങ് അനുവദിക്കുന്നുണ്ടോ? ഇല്ല ജിബ്രീലേ, എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. നിങ്ങൾ എന്നെ പോലെ അള്ളാഹുവിന്റെ സൃഷ്ടി മാത്രമാണ്. എന്റെ സൃഷ്ടാവായ തമ്പുരാൻ എന്റെ തീരുമാനമാണ്. അതുകൊണ്ട് ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അള്ളാഹു മതി. ഈ നമ്രൂദിന്റെ തീക്കുണ്ഡത്തിൽ കിടന്നുകൊണ്ട് വെന്തുരുകാൻ, ഇവിടെ കിടന്ന് മരിക്കാൻ എന്റെ റബ്ബ് താല്പര്യപ്പെടുന്നെങ്കിൽ പിന്നെ ആ താല്പര്യത്തിന് മുമ്പിൽ ഇബ്രാഹിമിന് എന്ത് വില? ഇബ്രാഹിമിന്റെ ഇഷ്ടത്തിന് എന്ത് വില? എനിക്ക് എന്റെ റബ്ബിന്റെ താല്പര്യമാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബി അല്ലാഹ്, എനിക്ക് അള്ളാഹു മതി.
ആ വാക്കുകൾ കേട്ടപ്പോഴാണ് അല്ലാഹു തീയോട് കൽപ്പിച്ചത്, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, എന്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം നിന്നിലേക്ക് കടന്നു വരികയാണ് അഗ്നി. നീ എന്റെ ഇബ്രാഹിമിനോട് നിന്റെ യഥാർത്ഥ സ്വഭാവം എടുക്കരുത്, നിന്റെ നാച്ചുറൽ സ്വഭാവം നീ കാണിക്കരുത്, മറിച്ച് എന്റെ ഇബ്രാഹിമിന് നീ രക്ഷയാകണം, എന്റെ ഇബ്രാഹിമിന് നീ എയർ കണ്ടീഷൻ ആകണം, ഇബ്രാഹിമിന്റെ രോമത്തിന് പോലും നീ കേടുവരുത്തരുത് എന്ന്. 40 ദിവസങ്ങൾ കഴിയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തിക്കുണ്ടാരം അണയുമ്പോൾ വന്നു നോക്കുന്ന നമ്രൂദ് കാണുന്നത് ആ തിക്കുണ്ടാരത്തിന്റെ നടുവിൽ ഇരുന്നു കൊണ്ട് സ്വർഗീയ ഭക്ഷണം കഴിക്കുന്ന ഇബ്രാഹിമിനെയാണ് അലൈഹിസ്സലാത്തു വസ്സലാം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ കൽപ്പനയും അള്ളാഹുവിന്റെ പരീക്ഷണവും വന്നപ്പോൾ പതറാതെ ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കി, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അഭിനവ നമ്രൂദുകളുടെ കാലഘട്ടമാണ്. ജനാധിപത്യ ഇന്ത്യയിൽ മുസ്ലിമീങ്ങളായ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എന്തെല്ലാം ഭരണകൂട ഭീകരതകളുണ്ട്, ഭരണകൂടത്തിന്റെ അനീതികളുണ്ട്. ഈ നമ്രൂദുകളുടെ മുമ്പിൽ നമുക്ക് ഇബ്രാഹിം ആകണം. എങ്ങനെ? ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ്. നമ്മൾ അള്ളാഹുവിനെ വിട്ടു, അള്ളാഹുവിനോട് കൈയുയർത്ത വിട്ടു, സൃഷ്ടികളെ കൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്നുള്ള ചിന്ത നമുക്ക് വന്നു. ഭരണാധികാരികളെ ഡിപ്പെൻഡ് ചെയ്ത്, ഭരണാധികാരികളെ ആശ്രയിച്ച് അവർക്ക് ഒത്തുനിന്നാൽ ദുനിയാവിൽ സുരക്ഷിതമായി ജീവിക്കാമെന്ന് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ കരുതിപ്പോയി. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിനെ വണങ്ങിയില്ലെന്ന് മാത്രമല്ല, നമ്രൂദിന്റെ വാക്കുകൾക്ക് കീഴ്പ്പെട്ടില്ല എന്ന് മാത്രമല്ല, അള്ളാഹു അയച്ച ജിബ്രീലിനെ പോലും വേണ്ട, ജിബ്രീലിന്റെ സഹായം പോലും വേണ്ട, എനിക്ക് എന്റെ റബ്ബ് മതി. ഇതാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഏത് കാലഘട്ടത്തും മുസ്ലിമീങ്ങൾ വിജയിച്ചിട്ടുണ്ടോ, ഏത് കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടോ, അവിടെയൊക്കെയും അവർ മുറുകെ പിടിച്ച വാക്കിതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ബദറിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ ഖുർആൻ പറയുന്നത്, അല്ലദീന ഖാല ലഹുമുൻ നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. ആ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങുമ്പോൾ ലോകം മുഴുവനും ബദരീങ്ങളോട് 313 പച്ച പാവങ്ങളോട് പട്ടിണി കോലങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ബദറിലേക്ക് ഇറങ്ങരുത്, കാരണം നിങ്ങൾക്ക് വേണ്ടി ഖുറൈശികൾ എല്ലാ സന്നാഹങ്ങളോടുകൂടി വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള വിഭവങ്ങൾ പോലുമില്ല, ശത്രുവിനെ നേരിടാനുള്ള നല്ല വാളുകളില്ല, അഥവാ പരാജയപ്പെട്ടാൽ പിന്തിരിഞ്ഞോടാൻ നല്ല കുതിരകളില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ബദറിലേക്ക് ഇറങ്ങുക? നിങ്ങൾ ഒരിക്കലും ബദറിലേക്ക് പോകരുത്, ജനങ്ങൾ നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുകയാണ്, നിങ്ങളെ ഭസ്മമാക്കാൻ കഴിയുന്ന വിധം അവർ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? ഫഖ്ശൗഹും, നിങ്ങൾ പേടിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഖുർആൻ പറയുന്നു, അവരുടെ മനസ്സെന്തായിരുന്നു? ഫസാദഹും ഈമാന, അവർക്ക് പേടിയല്ല കൂടിയത്, അവർക്ക് ഈമാൻ കൂടി. വഖാലു ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഖുർആന്റെ വാക്ക് എത്ര മനോഹരം പ്രിയമുള്ളവരെ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഞങ്ങൾക്ക് അല്ലാഹു ഉണ്ട്, ഞങ്ങൾക്ക് അല്ലാഹു ഉണ്ട്, അവൻ തന്നെ മതി, ഞങ്ങളെല്ലാം അവനിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മൾ മനോഹരമായി സന്തോഷത്തോടെ ബലിയറുത്തുകൊണ്ട് നമ്മൾ ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഉത്തരേന്ത്യയിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ കാണാൻ പറ്റും, ഗോവധ നിരോധനത്തിന്റെ പേരിൽ പോത്തിനെയോ അതിന് ആടിനെ പോലും അറുക്കാൻ കഴിയാതെ, ബലി കൊടുക്കാൻ കഴിയാതെ പാവങ്ങൾ അവിടെ കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. നമ്മൾ നല്ല നിലയിൽ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ, അല്ലെങ്കിൽ കഴിക്കാൻ ഭരണകൂട ഭീകരത അനുവദിക്കാതെ യുപിയിലും മറ്റു പല പല ഇടങ്ങളിലും നമ്മളുടെ പള്ളിയിൽ എത്ര സുരക്ഷിതമാണ്, എത്ര നിർഭയത്തോടെ ഇരിക്കുന്നു. ഏറ്റവും പുതിയതായിട്ട് മധ്യപ്രദേശിൽ ഒരു പള്ളി ഇന്നലെയും കോടതി അവിടുത്തെ ആരാധന തടഞ്ഞിരിക്കുകയാണ്. ഇന്ന് പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട പള്ളി 2 ദിവസങ്ങൾക്ക് മുമ്പ് ആ പള്ളിയിലെ നിസ്കാരം നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഇങ്ങനെ 100 കണക്കിന് പള്ളികൾ ഉത്തരേന്ത്യയിൽ പൂട്ടപ്പെടുമ്പോൾ, അടയ്ക്കപ്പെടുമ്പോൾ, മുസ്ലിമീങ്ങൾക്ക് നിർഭയത്തോടെ ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ, അതേ അള്ളാഹു അനുവദിച്ച ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ വരുമ്പോൾ, മാംസാഹാരം കഴിക്കാൻ കഴിയാതെ വരുമ്പോൾ, ഇവിടെയൊക്കെ നമുക്ക് എന്താണ് അവരുടെ മുമ്പിൽ, ഈ അഭിനവ നമ്രൂദുകളുടെ മുമ്പിൽ നമ്മൾ ഇബ്രാഹിം ആയിക്കൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കണം, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. അതിനുള്ളൊരു പ്രചോദനമാകട്ടെ ഈ ബലിപെരുന്നാൾ ദിവസം എന്ന ആഗ്രഹത്തോടെ ദുആയോടുകൂടി എല്ലാവർക്കും ഒന്നുകൂടി സന്തോഷത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും പരിശുദ്ധമായ ഈ ബലിപെരുന്നാൾ ദിവസത്തിൽ ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അഅമാൽ.